സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള സാംസങ് ഗാലക്സി S24 അൾട്ര എന്ന സ്മാർട്ട് ഫോൺ കഴിഞ്ഞ ദിവസം ഗ്ലോബലി സാംസങ് അവതരിപ്പിച്ചു. ഇന്നലെ രാത്രി 11:30 തുടങ്ങിയ അവരുടെ അൺപാക്ഡ് ഇവന്റ് ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിന്നു. അത് ഫുൾ A to Z കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ S24 അൾട്രയെ പറ്റി ആ ഒരു ഇവന്റിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതിൽ എൻ്റെ ഒരു ചിന്തകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു S24 അൾട്രയുടെ ആ ഒരു ഇവന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. S24 അൾട്ര എന്ന സ്മാർട്ട് ഫോണിൽ കഴിഞ്ഞ വർഷത്തെ S23 അൾട്രയിൽ നിന്ന് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഹാർഡ്വെയർ ഭാഗത്ത് വന്നിട്ടേ ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു 5 വിരലുകളിൽ എണ്ണി തീർക്കാവുന്ന തരത്തിലുള്ള ചേഞ്ചസ് മാത്രമേ ഹാർഡ്വെയർ ഭാഗത്ത് സാംസങ് ഗാലക്സി S23 അൾട്രയിൽ നിന്ന് S24 അൾട്രയിലേക്ക് വന്നിട്ടുള്ളൂ. ഒന്നെന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം S23 അൾട്ര പുറത്തിറങ്ങുമ്പോൾ അന്നുണ്ടായിരുന്ന ഏറ്റവും മികച്ച പ്രോസറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസറായിരുന്നു അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ S24 അൾട്ര വരുമ്പോൾ അതിനകത്ത് ഇന്ന് നിലവിലുള്ള ഏറ്റവും മികച്ച പ്രോസറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസർ വെച്ചു. അതാണ് ഹാർഡ്വെയറിൽ വന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം. രണ്ടാമത് വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷത്തെ S23 അൾട്രയിൽ നിന്ന് ബ്രൈറ്റ്നസ് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് S24 അൾട്രയിൽ. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 2600 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഇപ്പോൾ S24 അൾട്രയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമത് വന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, S23 അൾട്രയിൽ നിന്ന് S24 അൾട്രയിലേക്ക് വരുമ്പോൾ 5x സൂം ചെയ്യാവുന്ന ടെലിഫോട്ടോ സെൻസർ അതിന്റെ മെഗാ പിക്സൽ 50 മെഗാ പിക്സലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നാലാമത് വന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഡിസ്പ്ലേ കോണിംഗ് ഗോറില്ല ഗ്ലാസ് ആർമർ പ്രൊട്ടക്ഷൻ ആണ് നൽകിയിരിക്കുന്നത്. കുറച്ചും കൂടി ടഫസ്റ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഒരു 5 വിരലിൽ എണ്ണാവുന്ന വളരെ കുറഞ്ഞ അപ്ഗ്രേഡ്സ് മാത്രമേ S23 അൾട്രയിൽ നിന്നും S24 അൾട്രയിലേക്ക് വന്നപ്പോൾ സാംസങ് ഹാർഡ്വെയർ ഭാഗത്ത് കൊടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു അൺപാക്ഡ് ഇവന്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഒരു അൺപാക്ഡ് ഇവന്റിന്റെ ആ ഒരു 2 മണിക്കൂർ സമയത്തെ ഏകദേശം 75% സമയത്തോളം സാംസങ് വാതോരാതെ പറയുന്നത് സോഫ്റ്റ്വെയർ സൈഡിൽ ഉണ്ടായ ഇംപ്രൂവ്മെന്റുകളാണ്. കാരണം ഹാർഡ്വെയർ ഭാഗത്ത് അധികം ഇംപ്രൂവ്മെന്റുകൾ ഇത്തവണ S23 അൾട്രയിൽ നിന്ന് വന്നിട്ടില്ല എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാർഡ്വെയർ ചേഞ്ചസ് കൂടാതെ സാംസങ് ഉയർത്തി കാണിക്കുന്നത് AI എന്ന രീതിയിൽ കുറെ സോഫ്റ്റ്വെയർ സൈഡിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അത്തരത്തിൽ വന്ന ഒരു സോഫ്റ്റ്വെയർ സൈഡിൽ വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് റിയൽ ടൈം ട്രാൻസ്ലേഷൻ ആണ്. അതായത് നമ്മൾ മറ്റൊരു ഭാഷക്കാരനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറയുന്ന ഭാഷ അയാളുടെ ഭാഷയിലേക്ക് ലൈവായി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ഇത് ഒരു AI ഫീച്ചറായിട്ട് ഇത്തവണ S24 അൾട്രയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ 1-2 വർഷം മുമ്പേ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഫോണിൻ്റെ ഇവന്റിന് പണ്ട് ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ടാക്സി ഡ്രൈവർക്ക് ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ മലയാളം സംസാരിച്ച് അവർക്ക് മനസ്സിലാവത്തില്ല, അല്ലെ ഡൽഹി ചെല്ലുമ്പോൾ ഹിന്ദി നമുക്ക് അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് മലയാളത്തിൽ ചോദിക്കും, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയിലേക്കോ ഒക്കെ അവരുടെ ഭാഷയിലേക്ക് ഇത് നമ്മൾ നേരത്തെ ചെയ്യുന്നൊരു കാര്യമാണ്. അത്തരം ചില AI ഫീച്ചറുകളാണ് ഇത്തവണ S24 അൾട്രയിലേക്ക് സാംസങ് വലിയ രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഏതൊരു ആൻഡ്രോയിഡ് ഫോണിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മാജിക് എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതായത് ഒരു ഫോട്ടോയിൽ ഒരു പർട്ടിക്കുലർ ഭാഗം ഒരു ഒബ്ജക്റ്റ് മാത്രം ഇറേസ് ചെയ്ത് കളയുക, ഒബ്ജക്റ്റിനെ മൂവ് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുക, അങ്ങനെയൊക്കെയുള്ള ചില AI എഡിറ്റിംഗ് ട്രിക്കുകൾ. അതിപ്പം ഗൂഗിൾ ഫോട്ടോസ് തന്നെ വേണമെന്നില്ല. AI സങ്കേതങ്ങൾ നിരവധി നമ്മളൊക്കെ പലപ്പോഴും ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ കാണാറുണ്ട്, അത്തരത്തിൽ ഉപയോഗിക്കാറുമുണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ചില AI ഫീച്ചേഴ്സാണ് ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ സൈഡിൽ വലിയ മാറ്റങ്ങളായിട്ട് സാംസങ് S24 അൾട്രയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ആൾറെഡി പിക്സൽ 8 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ നേരത്തെ അവതരിപ്പിച്ച AI സങ്കേതങ്ങളാണ്. അത് ഇത്തവണ S24 അൾട്രയിലേക്ക് വലിയ പേരിൽ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പിക്സൽ 8 സീരീസ് ഫോണുകൾ പുറത്തിറക്കിയപ്പോൾ 7 വർഷത്തെ OS അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും പിക്സൽ അന്ന് നൽകുമെന്ന് കേട്ടിരുന്നു. പിക്സൽ 8 സീരീസിൽ അന്ന് അതൊരു വലിയ പ്രഖ്യാപനമായിരുന്നു. ആക്ച്വലി ഇത്രയും വർഷത്തെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഒരു ഫോൺ ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ ആ സെയിം 7 ഇയേഴ്സ് അപ്ഡേറ്റ് ആണ് ഇവിടെ S24 അൾട്രയ്ക്കും നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ആൻഡ്രോയിഡ് 14 S24 അൾട്ര ഇറങ്ങുന്നത്. അത് ആൻഡ്രോയിഡ് 21 വരെയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ഈ ഒരു S24 അൾട്രയിൽ ലഭിക്കും. അത്തരമൊരു പ്രഖ്യാപനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ആദ്യത്തേതല്ല. നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ പിക്സൽ 8 നമ്മൾ കേട്ട തരത്തിലുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇവിടെ S24 അൾട്രയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ മൊത്തത്തിൽ ഇന്നലത്തെ S24 അൾട്രയുടെ ആ ഒരു ലോഞ്ച് ഇവന്റ് കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. S24 അൾട്രയെ നമുക്ക് വളരെ സിമ്പിളായിട്ട് iPhone 15 സീരീസിലെ ചില കാര്യങ്ങളെ എടുത്ത്, അതുപോലെ പിക്സൽ 8 സീരീസിലെ ചില AI സങ്കേതങ്ങളെ കൂടുതലായിട്ട് എടുത്ത്, പഴയ S23 അൾട്രയുടെ ഡിസ്പ്ലേ കർവ്ഡ് ഡിസ്പ്ലേ മാറ്റി ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കി സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസറൊക്കെ വെച്ച് അതിലേക്ക് കൊണ്ടുവന്നാൽ അത് S24 അൾട്ര ആകുമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം, ഈ പറഞ്ഞ പോലെ S23 അൾട്രയുടെ ഡിസ്പ്ലേ സൈഡ് കർവായിരുന്നു. ഇവിടെ S24 അൾട്രയിലേക്ക് വന്നപ്പോൾ അതും എടുത്ത് മാറ്റിയിരിക്കുന്നു. അപ്പോൾ കർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നപ്പോൾ S23 അൾട്രയ്ക്ക് ഒരു
ഒരു കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. കാരണം നമുക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ ഒരു സുഖമുണ്ട്. മാത്രമല്ല ഡിസ്പ്ലേ കർവ് ആകുമ്പോൾ ആ ബെസലില്ലാത്ത ഒരു ഇമേഴ്സീവ് വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടും. പക്ഷേ S24 അൾട്രയിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ടോ സാംസങ് ആ ഒരു കർവ്ഡ് ഡിസ്പ്ലേയും ഒഴിവാക്കി ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കി. പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് S Pen ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ കുറച്ചുകൂടി എളുപ്പം ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കുമെന്നാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൂടുതൽ ഇഷ്ടം. എന്ത് തന്നെയായാലും S24 അൾട്രയിൽ ഇത്തരത്തിൽ കർവ്ഡ് ഡിസ്പ്ലേയും ഒഴിവാക്കിയിട്ടുണ്ട്. S24 അൾട്രയിൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന മറ്റൊരു ആൻഡ്രോയിഡ് ഫീച്ചർ എന്ന് പറയുന്നത് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അതായത് നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ഷോട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീലോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് ക്രിയേറ്റർ ധരിച്ചിരിക്കുന്ന ഒരു ബാഗ് അത് ഏതെന്ന് അറിയണമെങ്കിൽ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ബാഗിന് ചുറ്റും ഒന്ന് സർക്കിൾ കൈകൊണ്ട് വരച്ചാൽ മതി. അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടെത്തപ്പെടും. ഇത് S24 അൾട്രയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഗൂഗിൾ ഫീച്ചർ അല്ല. ഇനി വരുന്ന പല ആൻഡ്രോയിഡ് ഫോണുകളിലും ഈവൻ പിക്സൽ സീരീസിലെ ഫോണുകളിലും എല്ലാം ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ ഫീച്ചറാണ്. അതും S24 അൾട്രയിൽ വലിയ രീതിയിൽ ഇന്നലെ ആഘോഷിക്കപ്പെട്ടിരുന്നു. S24 അൾട്രയിൽ ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ സൈഡിൽ വന്ന മറ്റ് ചില മാറ്റങ്ങൾ കൂടിയുണ്ട്. അതായത് നമുക്ക് HDR ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. ആ HDR ഫോട്ടോകൾ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് HDR ആയിട്ട് തന്നെ ഫോട്ടോസ് രീതിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ലോകത്ത് ആദ്യമായിട്ട് ഒരു HDR ഫോട്ടോ ഡയറക്റ്റ് ക്യാമറ ആപ്പിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു S24 അൾട്ര എന്ന ഫോണിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഫോണുകളിലൊക്കെ സ്ലോ മോഷൻ വീഡിയോകൾ എടുക്കാനായിട്ട് പ്രത്യേകം സ്ലോ മോഷൻ വീഡിയോ മോഡുണ്ട്. എന്നാൽ S24 അൾട്രയിൽ നമ്മൾ സാധാരണ വീഡിയോ ഷൂട്ട് ചെയ്താൽ അതിനെ സ്ലോ മോഷനിലേക്ക് പിന്നീട് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും യാതൊരുവിധ ജെർക്കുമില്ലാതെ. അതായത് ഇടയ്ക്കുള്ള ഫ്രെയിം ഡ്രോപ്സുകൾ AI ഉപയോഗിച്ചുകൊണ്ട് ഫില്ല് ചെയ്തുകൊണ്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള സ്ലോ മോഷൻസ് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അതെല്ലാം ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ സൈഡിൽ വന്ന മാറ്റങ്ങളാണ്. ബാറ്ററി വിഭാഗങ്ങളെല്ലാം S24 അൾട്രയിൽ S23 അൾട്ര പോലെ തന്നെയാണ്. യാതൊരു മാറ്റവും വന്നിട്ടില്ല. 5000 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, ഇപ്പോഴും ചാർജർ നൽകിയിട്ടില്ല. അതുപോലെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്ന പ്രോസസ്സർ S24 അൾട്രയിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ വരുന്ന S24ലും S24 പ്ലസിലും എക്സിനോസ് പ്രോസസ്സറാണ് ഇത്തവണയും സാംസങ് നൽകിയിരിക്കുന്നത്. അതൊരു പോറ്റമ്മ നയം പോലെ തോന്നും. കാരണം US-ലൊക്കെ ഇപ്പോഴും സാംസങ് S24ലും S24 പ്ലസിലും S24 അൾട്രയിലും സെയിം പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 8 Gen 3 തന്നെ നൽകിയിരിക്കുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ 24ലും 24 പ്ലസിലും ഇപ്പോഴും എക്സിനോസ് പ്രോസസ്സറാണ് കൊടുക്കുന്നത്. ഐഫോണിൽ നിന്ന് കടം കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം iPhone 15 സീരീസിൽ അതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ടൈറ്റാനിയം ബിൽഡായിരുന്നു. അങ്ങനെ ടൈറ്റാനിയം ബിൽഡ് കൊണ്ടുവന്നത് കൊണ്ട് തന്നെയും വെയിറ്റ് കാര്യമായിട്ട് iPhone 15 സീരീസിൽ കുറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ S24 അൾട്രയിലും ടൈറ്റാനിയം മെറ്റീരിയൽ കാര്യമായി സാംസങ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ കളർ വേരിയൻറ്റുകൾ പോലും കറക്റ്റ് iPhone 15 സീരീസിൻ്റെ കളർ വേരിയൻറ്റ് പോലെയാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ടൈറ്റാനിയം ഗ്രേ, ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം യെല്ലോ, ടൈറ്റാനിയം വയലറ്റ് തുടങ്ങിയ കളർ വേരിയൻറ്റുകളാണ് S24 അൾട്രയ്ക്കുള്ളത്. അതേ കളർ വേരിയൻറ്റ് ഓപ്ഷൻസ് ഇപ്പോൾ ടൈറ്റാനിയം എന്ന് തുടങ്ങുന്ന രീതിയിലുള്ള കളർ വേരിയൻറ്റ് ഓപ്ഷൻസ് ആണ് iPhone 15 സീരീസിലും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അതിനൊരു ന്യായീകരണം പറയാം. രണ്ടും ടൈറ്റാനിയം ബിൽഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പേര് വന്നു. പക്ഷേ ആ പേരൊന്നും വേണമെങ്കിൽ മാറ്റി കൊടുത്തെങ്കിലും ഒരു വ്യത്യാസം ഫീൽ ചെയ്തേനെ. അതുപോലെ തന്നെ 2 വർഷം മുമ്പേ ഐഫോണിലേക്കൊക്കെ വന്ന ചില ഫോട്ടോകളിലൊക്കെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ജിഫായിട്ട് അത് കൺവേർട്ട് ചെയ്തെടുക്കുന്ന തരത്തിലുള്ള ചില ഫീച്ചറുകൾ ഇവിടെ S24 അൾട്രയിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തവണ S24 അൾട്രയിൽ റാം ഏതാണ്ട് എല്ലാ വേരിയന്റിലും ഫിക്സ്ഡ് ആണ്. അതായത് 12 GB റാം ആണ് എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ആയിട്ട്. നമ്മൾ ഏറ്റവും ബേസ് വേരിയന്റിലും 12 GB റാം ആണ്. 12 GB റാം വിത്ത് 256 GB. അപ്പോൾ ഇന്റേണൽ സ്റ്റോറേജ് മാത്രമേ മാറൂ. ഇന്റേണൽ സ്റ്റോറേജ് വന്നിട്ട് 256, 512, 1 TB ഇങ്ങനെ മാറുന്നു. പക്ഷേ റാം ഫിക്സ്ഡ് ആണ് എല്ലാത്തിലും. നമ്മൾ ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 1 TB സ്റ്റോറേജ് ഓപ്ഷൻ എടുത്താൽ പോലും റാം 12 GB തന്നെയാണ് ഇത്തവണയെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ S23 അൾട്രയിൽ നിന്ന് കാര്യമായിട്ടുള്ള ഹാർഡ്വെയർ ചേഞ്ചുകൾ ഈ പറയുന്ന S24 അൾട്രയിലേക്ക് വരുന്നില്ല. 5 വിരലിൽ എണ്ണാവും തരത്തിലുള്ള വളരെ വിരളമായിട്ടുള്ള ഹാർഡ്വെയർ ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ. അതിന് നമുക്ക് ഭയങ്കരമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം സാംസങ് ആയാലും ആപ്പിൾ ആയാലും അവരുടെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പേ. ഇനി അതിനകത്ത് എന്ത് വ്യത്യാസങ്ങൾ അവർ കൊണ്ടുവരാനാണ്? പിന്നെ പുതിയ സീരീസ് ഇറക്കുന്നതിന് വേണ്ടി ഇത്തരം AI എന്നൊക്കെ പറഞ്ഞ് കുറേ ഫീച്ചറുകൾ സോഫ്റ്റ്വെയർ സൈഡിൽ ആഡ് ചെയ്ത് പുതിയ ഫോണുകൾ ഇറക്കാമെന്നല്ലാതെ ഹാർഡ്വെയർ സൈഡ് ഏകദേശം ഈ പറഞ്ഞ പോലെ സാച്ചുറേറ്റഡ് ആയി പല ബ്രാൻഡുകളെയും സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ S24 അൾട്രയിൽ കാര്യമായിട്ടുള്ള ഹാർഡ്വെയർ ചേഞ്ചസുകൾ അധികം വന്നിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും S23 അൾട്ര ഒരു മികച്ച ബൈ തന്നെയാണ്. കാരണം സാംസങ്ങിനെ സംബന്ധിച്ച് ഒരു എണ്ണം പറഞ്ഞ സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു S23 അൾട്ര. S24 അൾട്ര ഇറങ്ങിയ പശ്ചാത്തലത്തിൽ S23 അൾട്രയുടെ വില കുറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്, അതിൻ്റെ സ്റ്റോക്ക് ഔട്ട് ആകുന്നത് വരെയെങ്കിലും. അപ്പോൾ ഇപ്പോഴും S24 അൾട്രയെക്കാളും എനിക്ക് തോന്നുന്നു S23 അൾട്ര കുറച്ചുകൂടി ലാഭകരമായിരിക്കും ഒരു കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്. കാരണം കർവ്ഡ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, മികച്ച പ്രൈസിങ്ങിൽ നമുക്കത് വാങ്ങാൻ സാധിക്കുന്നുണ്ട്. S24 അൾട്രയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാർഡ്വെയറിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസുകൾ ഇല്ലാത്ത ഒരു S23 അൾട്ര നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ വലിയ ഗിമ്മിക്കുകളൊന്നും
ഗിമ്മികളൊന്നും നിലവിൽ S23 അൾട്രയിൽ ഇല്ലെങ്കിലും ഈ പറയുന്ന S24 അൾട്രയിലേക്ക് വന്നിരിക്കുന്ന ഗിമ്മികളെല്ലാം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ സോഫ്റ്റ്വെയർ സൈഡിലൂടെ അപ്ഡേറ്റ് വഴി S23 അൾട്രയിലേക്കും അത് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ ഈ പറഞ്ഞ S23 അൾട്ര തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോഴും മികച്ചു നിൽക്കുന്നത് S24 അൾട്രയെക്കാളും. എന്ത് തന്നെയാലും S24 അൾട്ര ഓൺ ദ വേ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ കൃത്യമായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യും. ഇത് എൻ്റെ തോട്ട്സ് മാത്രമാണ്, ഫോൺ കൈ കിട്ടിയിട്ടില്ല അല്ലേ, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് വെച്ചുകൊണ്ടുള്ള എൻ്റെ ചിന്തകൾ മാത്രം.